കേരളത്തിന്റെയും മലയാളത്തിന്റെയും എക്കാലത്തെയും വലിയ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള വിശേഷണ പദങ്ങൾ വാസ്തവത്തിൽ അർത്ഥശൂന്യമാണ്. മലയാളത്തിന്റെയും ഇന്ത്യയുടെ തന്നെയും പേരും പെരുമയും ലോകമെങ്ങും എത്തിച്ച പ്രതിഭാശാലിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം തന്നെ പത്മഭൂഷണോ പത്മവിഭൂഷണോ ലഭിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷെ നടന്നില്ല. ഇക്കൊല്ലം അദ്ദേഹത്തിന് തീർച്ചയായും കിട്ടുമെന്ന് നമ്മൾ വിശ്വസിച്ചതാ. പ്രതീക്ഷയായിരുന്നില്ല, അതൊരു വിശ്വാസമായിരുന്നു. പക്ഷെ ഇക്കുറിയും അത് ഉണ്ടായില്ല. അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അത് പല കാരണങ്ങളാൽ നടന്നില്ല. എന്നാൽ 1998 മമ്മൂട്ടിക്ക് പത്മശ്രീ ബഹുമതി നൽകിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണെന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ഇപ്പോഴും അതിശക്തമായി നടക്കുന്നത് കൊണ്ട് അതേക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി. ഇക്കുറി പത്മവിഭൂഷിതനായ അന്തരിച്ച മഹാപ്രതിഭ MT വാസുദേവൻ നായർ, പത്മഭൂഷൺ ബഹുമതി നേടിയ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, നടിയും നർത്തകിയുമായ ശോഭന, ഹോക്കി താരം PR ശ്രീജേഷ്, പത്മശ്രീ ലഭിച്ച ഫുട്ബോൾ താരം IM വിജയൻ, ഡോക്ടർ ഓമനക്കുട്ടി സംഗീതജ്ഞ, അതുപോലെ ഗുരുവായൂർ ദൊരൈ എന്നിവരുടെ മുമ്പിൽ ആദരപൂർവം തലകുനിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവരെല്ലാവരും അവർക്ക് ലഭിച്ച ബഹുമതികൾക്ക് 100% അർഹരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. MTയെ പറ്റി ഇവിടെ പറയേണ്ട കാര്യം പോലുമില്ല. അതുപോലെ തന്നെ ജോസ് ചാക്കോ ഡോക്ടർ, അദ്ദേഹം കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആളാണ്. അദ്ദേഹത്തിന് ലഭിച്ച ഈ ബഹുമതി കേരളത്തിലെ ചികിത്സാ രംഗത്തിനുള്ള ഒരു ബഹുമതിയായിട്ട് കൂടി നമുക്ക് കരുതാൻ പറ്റും. ഹോക്കി താരമായ ശ്രീജേഷ്, ഹിമാലയ പർവ്വതം പോലെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ വലയം കാത്ത ഇന്ത്യയുടെ രക്ഷകനാണ് അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ശോഭന ഒരു നടി മാത്രമല്ല, നർത്തകി എന്ന നിലയിലും വിശ്രുതയാണ്. അവരെയെല്ലാം ആദരപൂർവം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരു പത്മവിഭൂഷൺ അല്ലെങ്കിൽ പത്മഭൂഷൺ ബഹുമതിക്ക് അത് ലഭിക്കുന്നതിന് നമ്മുടെ മമ്മൂട്ടിക്ക് എന്താണ് ഒരു കുറവ്? കഴിഞ്ഞ വർഷം നടൻ ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. ഹിന്ദി നടനായ മിഥുൻ ചക്രവർത്തി പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായി. 2019 നമ്മുടെ മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചു. എന്നിട്ടും എന്തുകൊണ്ടേ മമ്മൂട്ടി എന്ന ഒരു മഹാനടൻ ഇത് സംബന്ധിച്ച പരിഗണനകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു? നടനും നിർമ്മാതാവുമാണ് മമ്മൂട്ടി. 4 പതിറ്റാണ്ട് കാലമായി ഇന്ത്യൻ സിനിമയിലെ സജീവ സാന്നിധ്യമാണ്. മലയാള സിനിമയിൽ മാത്രമല്ല, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ മുതലായ സിനിമകളിൽ, ഒരു ഇംഗ്ലീഷ് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നല്ല നടനുള്ള 3 ദേശീയ അവാർഡുകൾക്ക് അദ്ദേഹം അർഹനായി. 1990 മതിലുകൾ ഒരു വടക്കൻ വീരഗാഥ, 1994 വിധേയൻ പൊന്തന്മാട, 1999 അംബേദ്കർ, അതൊരു ഇംഗ്ലീഷ് ചിത്രമായിരുന്നു. ഇതുകൂടാതെ അദ്ദേഹം 5 തവണ മലയാളത്തിലെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളത്തിൽ എത്ര സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു എന്ന കണക്ക് എന്റെ കൈവശമില്ല. തെലുങ്കില് 6 ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. അതില് YSRനെ ആസ്പദമാക്കി നിർമ്മിച്ച യാത്ര എന്ന ചിത്രം വളരെ പ്രശസ്തമാണ്. കന്നഡയിൽ 1, ഇംഗ്ലീഷിൽ 1 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തമിഴിൽ 12 ചിത്രങ്ങൾ, ദളപതി, പേരൻപ് എന്നിവയടക്കം 12 സിനിമകൾ. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ പ്രതിച്ഛായ ഉള്ള അപൂർവം നടന്മാരിൽ ഒരാളാണ് നമ്മുടെ മമ്മൂട്ടി. കേരള, കോഴിക്കോട് സർവകലാശാലകള് ഡീലിറ്റ് ബഹുമതി നൽകി ആദരിച്ച പ്രതിഭയാണ് മമ്മൂട്ടി. ഇത്രയധികം ബഹുമതികൾ, അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ കൈവരിച്ച ഒരു നടൻ എന്തുകൊണ്ട് പത്മ പുരസ്കാരം തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു? അത് കേരളം കുറച്ചു കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. 1998 പത്മശ്രീ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തെ മറ്റൊരു പത്മ പുരസ്കാരത്തിനും പരിഗണിച്ചിട്ടില്ല എന്നത് അത്ഭുതകരമാണ്, വിസ്മയകരമാണ്. ഇന്നും ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമാണ്. തന്റെ പ്രായത്തിനും കാലത്തിനും അനുരൂപമായ അതിഗംഭീരമായ കഥാപാത്രങ്ങളുമായി ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രമയുഗം, നന്മകൾ നേരത്ത് മയക്കം, കാതൽ തുടങ്ങിയ സിനിമകളിലൂടെ 73 വയസ്സു കഴിഞ്ഞിട്ടും അദ്ദേഹം നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ട് ഒരു മഹാനടനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇക്കുറി തെക്കേ ഇന്ത്യയിൽ നിന്ന് പത്മഭൂഷൺ ലഭിച്ച അനന്ത്നാഗ് കന്നഡ നടന, അതുപോലെ തന്നെ നന്ദമൂരി ബാലകൃഷ്ണ തെലുങ്ക് നടൻ,
തമിഴിൽ നിന്നുള്ള അജിത്ത്. നമ്മൾ ഇവരെ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് മമ്മൂട്ടിക്ക് ഒരു കുറവ് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കാൻ തോന്നിപ്പോവുകയാണ്. ഇത്തരത്തിലുള്ള താരതമ്യങ്ങൾ ശരിയാണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഇതുപോലുള്ള അനീതി കാണുമ്പോൾ നമ്മൾ താരതമ്യം ചെയ്തു പോകും. അനന്തനാഗ് നല്ല നടൻ തന്നെയാണ്, 300-ലേറെ ചിത്രങ്ങളിലോ മറ്റോ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കന്നഡയിൽ പോലും 5 തവണയാണ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അജിത്തിന് 3 തവണ സംസ്ഥാന അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ നന്ദപുരി ബാലകൃഷ്ണയ്ക്കും 3 തവണ. ഞാൻ ഇവരുടെ ഒന്നും യോഗ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ അർഹതയെക്കുറിച്ചോ യാതൊരു പരാമർശവും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അതത് ഭാഷകളിൽ ഏറെ ബഹുമാനിക്കപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നടന്മാർ തന്നെയാണ് ഇവർ. അതേസമയം നമ്മുടെ നന്ദമൂരി ബാലകൃഷ്ണയ്ക്ക് വേറെയും ചില അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ മോദി സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്ന TDPയുടെ ഒരു പ്രധാന നേതാവാണ്. 2 തവണ ആന്ധ്ര നിയമസഭയിൽ അംഗമായിരുന്നു. തെലുങ്ക് ദേശത്തിന്റെ TDPയുടെ സ്ഥാപകനായ NT രാമറാവുവിന്റെ മകനാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ അളിയനാണ്. അതൊക്കെ ഒരു പക്ഷേ ഒരു അധിക യോഗ്യതയായിട്ട് കരുതിയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ഒന്നും യോഗ്യതകളെ ചോദ്യം ചെയ്യാതെ തന്നെ വീണ്ടും നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടിയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമാണോ? അല്ലെങ്കിൽ മതം പോലെ എന്തെങ്കിലുമുള്ള പരിഗണനകളാണോ? അത് പറയാൻ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പലരുടെയും മനസ്സിലുള്ള ഒരു സംശയം ഇവിടെ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഇടതുപക്ഷ അനുഭാവിയാണ്. അത് നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. നമുക്ക് പല നടന്മാരെയും അറിയാം. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല. കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കും. അതുപോലെ BJP വന്നാൽ പെട്ടെന്ന് BJP മൈൻഡഡ് ആവും. അത്തരത്തിലുള്ളവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി ഇത്തരം പുരസ്കാരങ്ങൾക്ക് വേണ്ടി ആരുടെയെങ്കിലും പിന്നാലെ പോയതായിട്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു രീതിയല്ല അദ്ദേഹത്തിൻ്റെത്. ഒരു പത്മശ്രീ പുരസ്കാരത്തിന് വേണ്ടി ഒരു നടൻ, മറ്റൊരിക്കൽ നല്ല നടനുള്ള ദേശീയ അവാർഡിന് വേണ്ടി മറ്റൊരാൾ, ഇവരൊക്കെ നടത്തിയിട്ടുള്ള അതിസാഹസികമായ ശ്രമങ്ങളെ പറ്റി നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക. അത്തരത്തിൽ പുരസ്കാരങ്ങളുടെ പിന്നാലെ മമ്മൂട്ടി പോയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതൊക്കെയാണോ ഇത്തരം പുരസ്കാരങ്ങൾ നിർണയിക്കുമ്പോൾ നിർണായകമാകുന്നത്? നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് മമ്മൂട്ടിയോടുള്ള ഒരു അവഗണനയായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. മലയാളത്തോടുള്ള, അല്ലെങ്കിൽ നല്ല സിനിമയോടുള്ള, അല്ലെങ്കിൽ മൊത്തം ചലച്ചിത്ര ലോകത്തോടുള്ള ഒരു അവഗണനയായിട്ട് വേണം ഇതിനെ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചാൽ അത് മമ്മൂട്ടിയെ പോലുള്ള ഒരു കലാകാരന്റെ, നടന്റെ പ്രതിച്ഛായയ്ക്ക് വർധനവോ കുറവോ ഉണ്ടാക്കുകയില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇത്തരം സന്ദർഭങ്ങളിൽ BJP സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി, അവർക്ക് കവചമൊരുക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന, സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ചില വെട്ടുക്കിളികളുടെ പരാക്രമം ശ്രദ്ധയിൽപ്പെട്ടത്. അവര് പറഞ്ഞു വരുത്തിയത് 1998 മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം നൽകിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരാണെന്നാണ്. അദ്ദേഹത്തോട് എന്തെങ്കിലും വിവേചനം ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുക്കുമായിരുന്നോ? മോഹൻലാലിന് മുമ്പേ പത്മശ്രീ കൊടുക്കുമായിരുന്നോ എന്നൊക്കെ ഇവര് ചോദിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതേപ്പറ്റി അന്വേഷിക്കുമല്ലോ. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം, 1998 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മമ്മൂട്ടിക്ക് പത്മശ്രീ പ്രഖ്യാപിക്കുമ്പോൾ IK ഗുജറാൾ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ 1998 മാർച്ചിൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അതിനുശേഷമാണ് മമ്മൂട്ടിക്ക് ഈ പുരസ്കാരം സമ്മാനിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് BJP സർക്കാരിനോ യാതൊരു പങ്കുമില്ല. ഇത് ഇന്ത്യ ടുഡേയുടെ ആന്റി ഫേക്ക് ന്യൂസ് വാർ റൂം കണ്ടുപിടിച്ച കാര്യമാണ്, അല്ലാതെ എന്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. അപ്പോൾ ആലോചിച്ചു പോവുകയായിരുന്നു, മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ 98 ലഭിച്ചതിന്റെ പങ്ക് പിടിക്കാൻ എന്തിനാണ് ഈ BJP ഈ വൃഥാ വ്യായാമം നടത്തുന്നത്? മമ്മൂട്ടിയെ ഇത്തവണയും പരിഗണിക്കാതിരുന്നതിന്റെ പേരിൽ BJPയെ വിമർശിക്കാൻ വിഷമമുള്ള ചില ആളുകൾ പറയുന്നത്, സാരമില്ല, അടുത്ത വർഷം നമ്മുടെ മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം ലഭിക്കും, പത്മഭൂഷണോ പത്മവിഭൂഷണോ ലഭിക്കും എന്നാണ്. അത് പറഞ്ഞാണ് അവർ സ്വയം ആശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം,
അടുത്ത വർഷം മമ്മൂട്ടിക്ക് പത്മഭൂഷണോ പത്മവിഭൂഷണോ നൽകിയാൽ അത് വൈകി കിട്ടിയ ഒരു അംഗീകാരം എന്ന് മാത്രമേ കരുതാൻ പറ്റൂ. പത്മഭൂഷണോ പത്മവിഭൂഷണോ നൽകിയാലും ഇല്ലെങ്കിലും ഒന്ന് വ്യക്തമാണ്, മമ്മൂട്ടി മലയാളവും കേരളവും ഉള്ളിടത്തോളം കാലം സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് ഒരു പത്മ പുരസ്കാരത്തിന്റെയും പിൻബലം ആവശ്യമില്ല.